ഞാൻ എപ്പോഴും മിൻസിയുടെ സിനിമകളൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മിൻസി വളരെ പെർട്ടിക്കുലർ ആണ് സിനിമകൾ ചൂസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും പ്രാധാന്യമുള്ള നമ്മുടെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള റോളുകൾ മാത്രം അങ്ങനെ വളരെ കോൺഷ്യസ് ആയി ചെയ്യുന്നതാണോ, അതോ അത്തരം റോളുകൾ മാത്രമാണോ മിൻസിയിലേക്ക് വരുന്നത്? അല്ല, ഒന്നാമത്തേത് നമുക്ക് വരുന്ന സിനിമകളിൽ നിന്ന് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത് നമ്മളുടെ ഓരോ വരുന്ന സിനിമയുടെ സമയത്ത് മെന്റാലിറ്റി പോലെ ഇരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് സ്ക്രീൻ സ്പേസ് എന്നല്ല, വാലിഡ് ആയിട്ടുള്ള ഒരു മൂവീനെ എടുത്ത് നോക്കുമ്പം വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് അങ്ങനത്തെ വരുമ്പോൾ അത് ചെയ്യുന്നതാണ്. അങ്ങനെയാണ്. അങ്ങനെ ഏതെങ്കിലും നോ പറഞ്ഞ സിനിമകളെ കുറിച്ച് പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റിഗ്രറ്റ് എന്ന് വെച്ചാൽ ആ പറയുന്ന സമയത്ത്, ഒരു നോ പറയുന്ന സമയത്ത് അതെന്റെ റൈറ്റ് ചോയ്സ് ആയിരുന്നു, ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് മേ ബി കുറെ കാലങ്ങൾ ചേച്ചി അതിന്റെ സക്സസ് ഒക്കെ കാണുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നുമായിരുന്നു അപ്പൊ വൈ ഞാൻ അന്ന് നോ പറഞ്ഞു. ഇപ്പൊ രേഖ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വന്നത് വേറൊരാള് നോ പറഞ്ഞിട്ടാണ്. ഓ അത് ശരി. അപ്പം നമ്മൾ ചിന്തിക്കല്ലോ അത് എന്തുകൊണ്ടായിരിക്കും എന്നാലും അത് നോ പറയാം. അതേപോലെ ഇപ്പം ഞാൻ നോ പറഞ്ഞ സിനിമ, അത് ആ ക്യാരക്ടർ വേറെ ആൾ ചെയ്തത് ഭയങ്കര വേറെ ഒരു ലെവലിലോട്ട് എത്തിച്ച ഇൻസിഡന്റ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും, റീതിങ്ക് ചെയ്യും. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും, ആ മൂവിയുടെ സക്സസ് കാണുമ്പോൾ തോന്നും ചെറിയൊരു റിഗ്രറ്റ് ഒക്കെ ഇങ്ങനെ അടിക്കും. ഓ ഞാൻ മിസ് ചെയ്ത സിനിമയാണ്, ഞാൻ വേണ്ടാന്ന് വെച്ച സിനിമയാണ്.